ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ടിപ്പുമായിട്ടാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടാതെ നമ്മുടെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ, നമ്മുടെ നൂൽപുട്ട് എന്ന് പറയും, ഇടിയപ്പം എന്ന് പറയും, അത് നമ്മുടെ എങ്ങനെ ചുഴറ്റിയെടുക്കുന്ന ആ ഒരു അച്ചില്ലേ, ആ അച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അതേ മൗൾഡ് തന്നെ എടുക്കുക. ഇടിയപ്പത്തിൻ്റെ കുഞ്ഞ് അരിപ്പ പോലെയുള്ള മൗൾഡ് എടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ സാധാരണ മധുര നാരങ്ങയില്ലേ, ഓറഞ്ച്, അത് ഒരു ഓറഞ്ച് അല്ലിയായിട്ടത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഈ ടിപ്പ് എന്താ കാണിക്കുന്നത് വെച്ചാൽ, നമുക്ക് ജ്യൂസറിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ അരിച്ചെടുക്കുക വരെ ചെയ്യാണ്ട് നമുക്ക് എളുപ്പത്തിൽ നാരങ്ങയുടെ ചാറ് കിട്ടും. അതായത് നമ്മൾ കൈകൊണ്ട് പിഴിയുന്നതിനേക്കാളും കൂടുതലായിട്ട്, ജ്യൂസറിനേക്കാളും കൂടുതലായിട്ട് നമുക്കതിൻ്റെ നീര് കിട്ടും. നമ്മുടെ മിക്സിയിലടിച്ച ആ നാരങ്ങയുടെ കയപ്പൊക്കെ ഉണ്ടാവല്ലോ, ഒരു ചവർപ്പ് രുചി ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ നമുക്ക് ഇതിനെക്കൊണ്ട് സൂപ്പറായിട്ട് നീര് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ അതിൻ്റെ മൗൾഡിൻ്റെ ഇത് മേലോട്ടേക്ക് ഇറക്കി വീണ്ടും താഴോട്ടേക്ക് എടുക്കുമ്പോൾ പിന്നെയും നമുക്ക് ജ്യൂസ് കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ വേസ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പിന്നെയും കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഒരു നാരങ്ങ എത്രയും അതിൻ്റെ സത്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു നാരങ്ങയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ.